വീണ്ടും ഒരു ചിക്കൻ ഫ്രൈ ഭയങ്കര ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ ലെഗ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു വലിയ നാരങ്ങയുടെ നീര് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഏകദേശം ഇവിടെ ഒരു 12 ലെഗെങ്കിലും ഉണ്ടാവും കേട്ടോ. ഞാനിവിടെ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു വലിയ സ്പൂണിൽ ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി. പിന്നെ ഞാനിവിടെ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുരുമുളക് പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 സ്പൂൺ. പിന്നെ ഞാൻ പൊടിച്ചൊരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഞാൻ ഇതിലോട്ട് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. പിറ്റേ ദിവസം നമ്മളിത് ഫ്രൈ ചെയ്യുമ്പം ഇതിലോട്ട് 1 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ മൈദയും, അല്ലെങ്കിൽ 2 സ്പൂൺ എടുക്കണമെന്ന് വെച്ചാൽ രണ്ടും ഈക്വലായിട്ട് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, ഭയങ്കര ഈസിയാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ അങ്ങ് എണ്ണയിലോട്ട് ഇട്ടൊന്ന് വറുത്ത് കോരി എടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി മണമൊക്കെ വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.